ഇപ്പൊ സാറ് പറഞ്ഞു ദ ഫസ്റ്റ് യൂറിൻ ഇസ് ദ സൈൻ ഓഫ് മേ ബി എ സക്സസ്ഫുൾ ട്രാൻസ്പ്ലാന്റ്. ഈ ഫസ്റ്റ് യൂറിൻ വരുന്നത് ഇമ്മീഡിയറ്റ്ലി ആസ് യു ഫിക്സ് ദ കിഡ്നി അതോ ആഫ്റ്റർ സം ടൈം ആണ്? നമ്മൾ ഈ പറഞ്ഞ പേഷ്യന്റിന്റെ ഈ കാലിലേക്ക് വരുന്ന ബ്ലഡ് വെസൽസിന്റെ അവിടെയാണ്, കാലിലേക്കും മൂത്രസഞ്ചിയിലേക്ക് പോകുന്ന രക്തക്കുഴലിലേക്കാണ് ഇത് നമ്മൾ പിടിപ്പിക്കുന്നത്. അപ്പൊ പഴയ വൃക്കകൾ ഞാൻ പറഞ്ഞ പോലെ പഴയ സൈഡിൽ തന്നെ അവിടെ ഇരിക്കും. ഇത് താഴെയാണ് ഈ വെക്കാൻ സ്പേസ് ഉള്ളത്. അപ്പൊ നമ്മൾ അവിടെ കണക്ട് ചെയ്യുമ്പോൾ ഈ ആദ്യം ഈ രക്തോട്ടം നമ്മൾ ഈ 1 മണിക്കൂറത്തേക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കും. എന്നിട്ടാണ് ഇത് പിടിപ്പിക്കുന്നത്. പിടിപ്പിച്ചു കഴിഞ്ഞ് 1 hour, അത് എത്രയും പെട്ടെന്ന് പിടിപ്പിക്കുന്നോ അത്രയും നമ്മൾ. അപ്പൊ 1 hour എടുക്കാറില്ല, നമ്മൾ ചിലപ്പോൾ 45 minutes നമ്മൾ അത് ക്ലിയർ ചെയ്യും. ഇത് ഈ ക്ലാമ്പ് അങ്ങ് റിലീസ് ചെയ്യുമ്പോഴാണ് റീപെർഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു കാര്യം വരുന്നത്. ഈ പെർഫ്യൂഷൻ വരുമ്പോൾ കിഡ്നിയും ഇത് ചെയ്യും ഇതും. അപ്പോഴാണ് അപ്പൊ ഈ BP ഒക്കെ കൂട്ടി വെക്കും. അപ്പൊ അതിന് മരുന്നുകളുണ്ട്, യൂറിൻ പുറത്തേക്ക് തള്ളിക്കളയാനുള്ള ഈ ലാസിക്സ് എന്നൊക്കെ പറഞ്ഞ മെഡിസിൻ ഉണ്ട്. അതൊക്കെ അനസീഷ്യ സൈഡിൽ നിന്ന് അവരത് കൊടുക്കും. അപ്പൊ ഈ ക്ലാമ്പ് നമ്മൾ പിടിപ്പിച്ച് തീർന്ന് കിഡ്നി ക്ലാമ്പ് എടുത്ത് രക്തോട്ടം കൂടുമ്പോഴത്തേക്ക് ഇതെല്ലാം കൊടുക്കും. അപ്പോഴാണ് ഈ ബ്ലഡ് പുതിയ കിഡ്നിയിലേക്കിടെ കയറി പുറത്തേക്ക് ഇറങ്ങുക. ഈ ബോഡിയിലുള്ള എല്ലാ ബ്ലഡും ഇതിനകത്തോടെ കയറി ഇറങ്ങുമ്പോഴാണ് ഇതിനകത്തോടെ യൂറിൻ വരുന്നത്. സോ നമ്മൾ എത്ര പെട്ടെന്ന് യൂറിൻ വരുന്നോ അത്രയും നല്ലതാണ് ആ കിഡ്നിയുടെ ലൈഫ്. അപ്പൊ നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് കിഡ്നി ഇപ്പൊ ഡോണറിന്റെ അകത്തുനിന്നും നമ്മൾ ആ കിഡ്നി പുറത്തേക്ക് എടുക്കണ ടൈം നമ്മൾ കിട്ടോ അത് ഏറ്റവും ചുരുക്കണം. അപ്പൊ 3 minute 4 minute അതിനകത്താണ് ഈ കിഡ്നി പുറത്തേക്ക് എടുക്കുന്നത്. നമ്മള് വെരി പ്രിസൈസ്. അപ്പൊ 5 minutes ഓർ 3 minutes. അപ്പൊ എത്ര പെട്ടെന്ന് കിഡ്നി കട്ട് ചെയ്തെടുത്ത് ഐസിൽ വെക്കുന്നോ ആ കിഡ്നി ഈസ് ബെറ്റർ. അപ്പൊ ഞങ്ങളുടെ ടൈം ഓഫ് റിട്രീവൽ ഇസ് വെരി ലെസ്. അപ്പൊ 3 minutes or 4 minutes കട്ട് ചെയ്ത ഉടനെ ഇങ്ങ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അല്ല, അതൊക്കെ ഇതിനകത്ത് ഈ കിഡ്നി ഇപ്പൊ റിജക്ഷന്റെ കാര്യങ്ങളോ ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പോൾ സർജിക്കൽ ആസ്പെക്ട് എത്രയും സേവ്. അപ്പൊ നമ്മൾ കിഡ്നി പിടിപ്പിക്കുന്ന സമയം ഏറ്റവും കുറച്ച് പിടിപ്പിക്കുക, കിഡ്നി എടുക്കുന്നത് ഏറ്റവും കുറയ്ക്കുക. ഐസിൽ വെച്ച് കഴിഞ്ഞാൽ കിഡ്നി ഈ സൊല്യൂഷൻ പോയിക്കൊണ്ടിരുന്നാൽ വലിയ കുഴപ്പമില്ല. എന്നിട്ട് അപ്പൊ ടൈം കുറയ്ക്കുക എന്നുള്ളത്. അപ്പൊ ചില ആൾക്കാർക്ക് യൂറിൻ വരാൻ ഇച്ചിരി ഡിലേ വരാം. ഇപ്പൊ കാർഡിയാക് പ്രോബ്ലം ഉള്ളവർക്ക് അപ്പൊ ചിലപ്പോ ഹാർട്ട് പമ്പിങ് ഒക്കെ 20%, 35% ഒക്കെ ഉണ്ടാവുള്ളൂ. അവർക്ക് രക്തം വരുന്നത് തന്നെ വളരെ കുറച്ചായിരിക്കും. അപ്പൊ കിഡ്നി പതുക്കെ രക്തമായി വരുള്ളൂ, യൂറിൻ വരാൻ സമയമെടുക്കും. അവർക്കൊക്കെ കിഡ്നി വർക്ക് ചെയ്ത് വരാൻ ഇച്ചിരി സമയമെടുക്കാം. പല കോംപ്ലിക്കേഷൻസ് ഉള്ള ആൾക്കാരുണ്ട്, പല രക്തക്കുഴലിന്റെ പ്രോബ്ലം, ഷുഗർ, പ്രഷർ, ബ്ലീഡിങ് ടെൻഡൻസി ഉള്ളവര്, അങ്ങനെയൊക്കെ കുറെയൊക്കെ ഈ കിഡ്നി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് നോർമലിലേക്ക് വരാം.